ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ട നല്ല ക്യൂട്ട് ക്യൂട്ട് ബാഗ്സ് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും അല്ലേ? കാരണം ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർക്കൊക്കെ അറിയാം. ഈ മറ്റേ ഇൻഡിഗോ എന്നൊക്കെ ഇവർ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ക്യൂട്ട് ബാഗ്സിലായിട്ടാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കൂലേ, ഇങ്ങനെ എന്താ പറയുക, നമ്മളെ നട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇത് എൻ്റെ ഹസ്ബൻഡ് ഓഫീസ് ട്രിപ്പൊക്കെ പോയിട്ട് വരുമ്പോൾ, അവരെ കമ്പനിയിൽ നിന്ന് ഓഫീസ് ട്രിപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ്. ആളിതിങ്ങനെ എന്താ സാധനം കഴിക്കാത്തതിൽ ഇവിടെ കൊണ്ടിടുമ്പോൾ ഞാൻ ഈ ബാഗ്സൊക്കെ എടുത്ത് വെക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ബാഗ്സൊക്കെ കാണാൻ. ഇങ്ങനത്തെ എന്താ പറയുക, അലക്കി കൊലക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് പണ്ടേ ഇഷ്ടമാണ്. അങ്ങനെ എടുത്ത് വെച്ച് വീട്ടിൽ എന്താ പറയുക, ഒരു എന്താ പറയുക, വീട്ടിൽ ഫുൾ ഇങ്ങനത്തെ സാധനങ്ങൾ കുറേ ഉണ്ടാവും. എന്നാൽ ഉപയോഗിക്കോ ഇല്ല അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ഞാൻ എല്ലാം യൂസ് ചെയ്യാറുണ്ട്. എടുത്ത് വെച്ചാലും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മളെ ഹോട്ടലിൽ നിന്ന് അവർ തരൂലേ, അവിടെ താമസിക്കുമ്പോൾ ടീ ബാഗ്സും പഞ്ചസാര, പാൽപ്പൊടി, പിന്നെ കോഫീൻ്റെ പൊടിയൊക്കെ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയും, അതൊക്കെ ആക്കുന്നില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എടുത്തേക്ക് കേട്ടോ, എന്തിനാ നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ അവിടെ നിൽക്കുന്നത്, വെറുതെ എന്തിനാന്ന് ഒഴിവാക്കുന്നതെന്ന് പറയും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ ഇതെന്തൊരു പെറുക്കിയെന്ന്. പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നാൽ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ചായപ്പൊടിയും കോഫി പൗഡറും നമ്മൾ യൂസ് ചെയ്യും. ബാക്കി പഞ്ചസാര, പാൽപ്പൊടി എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ അമ്മക്കോ, 2 വീട്ടിലെ അമ്മമാർക്ക് കൊടുക്കും. അല്ലാണ്ട് നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ വിചാരിക്കും ഞാൻ പിന്നെ പഞ്ചസാര ഒഴിവാക്കിയ ആളാണെന്നല്ലേ. വീട്ടിൽ വാങ്ങാറില്ല. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോയാൽ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ കൺട്രോളില്ല ഗൈസ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മധുരം എന്താ പറയുക, നമ്മളെ കഫേൻ ഐറ്റംസ് മീൻസ് ഷേക്കും കാര്യങ്ങളൊക്കെ കണ്ട് എൻ്റെ കൺട്രോൾ പോകും. അപ്പോൾ ഞാനിത് ഇത് കണ്ടോ, കോഫി പൗഡർ, എൻ്റെ മോനെ ഒടുക്കത്തെ അടിപൊളി കോഫിയാണ് കേട്ടോ. ഞാനൊരു കോഫി ലവറാണല്ല. ഈ ഒരു കോഫി പൗഡർ കിട്ടിയതിന് ശേഷം ഞാൻ കോഫി കുടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് കോഫി പൗഡർ ഈ എടുത്ത് വെച്ചാൽ ഉണ്ടാവില്ല, ഇത്രയേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും കോഫി കുടിക്കുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനായിട്ട് ആ ചേട്ടനോട് പറയുകയും ചെയ്തേനെ, ഇനി പുറത്ത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഈ ഒരു ടാറ്റേൻ്റെ കോഫി പൗഡർ ഉണ്ടെങ്കിൽ വാങ്ങണേ വലിയ പാക്കറ്റ് എന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും ഇതൊക്കെ എടുത്തിട്ട് വരുമെന്ന്. പ്രത്യേകിച്ച് ലോഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പിന്നെ നമുക്ക് ലോഷൻസൊന്നും കിട്ടാറില്ല. ഇവർ പോകുന്നിടത്തെല്ലാം അവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ടാവുക. അവിടെ ലോഷൻസൊന്നും എടുക്കാറില്ല. നമുക്ക് എടുക്കാൻ പറ്റിയ സാധനം ഇത് മാത്രമേ ഇല്ല, ഈ പൊടികൾ. ഞാൻ പറയും പൊടികൾ വിടണ്ട എടുത്തേക്കെന്ന്. എന്തായാലും നമുക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മളെന്തിനത് അവിടെ ഒഴിവാക്കി വരണമല്ലേ ഗൈസ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എടുത്തു വെക്കുന്നത്. പ്രത്യേകിച്ച് എനിക്കിപ്പം അങ്ങനെയാണ് ഞാനൊരു കോഫി അഡിക്റ്റ് ആയത്, ഈ ഒരു പൊടി കിട്ടിയോണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കോഫിയൊക്കെ എപ്പോഴെങ്കിലും ആക്കിയാൽ കുടിക്കും, അത്രയിലും. അതിൻ്റെ ഇടയ്ക്കൊരു ഷേവിങ് ജെല്ലും വന്നിട്ടുണ്ട്, അതെവിടെ നിന്ന് വന്നപ്പോൾ. എന്നിട്ട് നിങ്ങളാരെങ്കിലും ഈ കോഫി കുടിക്കാറുണ്ടോ ഗൈസ്? അപ്പോൾ അത്രയിലും. ബായ്.